അമ്മേൻ്റെ ഹലോ ഗായ്സ്, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാനും ആമിക്കുട്ടിയും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനും ആമിക്കുട്ടിയും മാത്രമല്ല, എൻ്റെ അമ്മയുണ്ട്. ഞങ്ങൾ മൂന്നാൾക്കാരും കൂടി ഒരു ചെറിയ ഷോപ്പിങ്ങിനും വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് തന്നെയുള്ള ടൗണ്, അതായത് തിരൂരിലേക്കാണ് പോയോണ്ടിരിക്കുന്നത്. അപ്പോൾ ആമിക്കുട്ടി നല്ല കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഞാൻ ചെറിയ മിഠായിൻ്റെ പാക്കറ്റുകളെ കയ്യിൽ വാങ്ങി കൊടുത്തിട്ടുണ്ട്. അതുമ്പോൾ നന്നായിട്ട് പണിയെടുക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. അമ്മ 7-ാം തീയതിയാണ് ദുബായിൽ നിന്ന് വന്നത്. അപ്പോൾ അമ്മ കൂടെ ഉണ്ട് നമ്മളെ. അങ്ങനെ പോയോണ്ടിരിക്കുമ്പോൾ നമ്മുടെ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ മഹാമേള നടക്കുന്നുണ്ട് കേട്ടോ. 49 രൂപ മുതൽ എന്നാണ് അവരുടെ ക്യാപ്ഷൻ തന്നെ. ഒരുപാട് കുർത്തകളും ചെടിച്ചട്ടികളൊക്കെ ഇങ്ങനെ പുറത്ത് കാണാനുണ്ട്. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ ഉള്ളിൽ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും ഉണ്ടാവും എന്നുള്ളത്, അതിനകത്ത് കയറിയാൽ കുറഞ്ഞ റേറ്റിൽ. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് നമ്മൾ തിരൂർ ബസ് സ്റ്റാൻഡിലേക്ക് എത്തി തുടങ്ങി കേട്ടോ. ഇവിടെയൊക്കെ ക്രിസ്മസിൻ്റെയൊക്കെ സ്റ്റാർസും ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേക്കൊക്കെ കാണുന്നുണ്ട്. ഞാൻ അതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. ആമിക്കുട്ടിയാണെങ്കിൽ ലൈറ്റായിട്ടൊന്നും ഇങ്ങനെ ഉറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എണീക്കും, അവൾ സ്റ്റാൻഡിലെത്തിയാൽ എന്താണെങ്കിലും എണീക്കും. അങ്ങനെ സന്ധ്യയൊക്കെ കഴിഞ്ഞു. നമ്മൾ തിരൂരിലേക്ക് വന്നിട്ടുള്ളത് ചെറിയ ഷോപ്പിങ്ങിനാന്ന് പറഞ്ഞില്ലേ. നമ്മൾ ക്രിസ്മസിനുള്ള ഡെക്കോർ ഐറ്റം മേടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. തിരൂർ കിട്ടാത്ത ഓരോ ഐറ്റംസ് ഇല്ല, അത് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനാണ്. നമുക്കിത് ഫോറിൻ മാർക്കറ്റിലൊക്കെ കുറച്ച് നടന്നാൽ മതി, നമുക്കത് കിട്ടും, ഉറപ്പാണ്. കുറഞ്ഞ ചിലവിൽ നമുക്ക് കാര്യം നടത്തിയെടുക്കാം. പിന്നെ ഇവിടെ വന്നിറങ്ങിയ ഉടനെ തന്നെ അവൾക്ക് വിശക്കണോ പറഞ്ഞിട്ട് ഒരു ഐസ്ക്രീം അവൾ കഴിച്ചു. ഞാനൊരു ചായയും പപ്സും കഴിച്ചു കേട്ടോ. അമ്മ ചിക്കൻ റോളാണ് കഴിച്ചത്. അങ്ങനെ കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ഫോറിൻ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്കാണ്. അങ്ങനെ ഞങ്ങൾ ആദ്യം കയറിയത് ഒരു ഷൂവിൻ്റെ ഷോപ്പിലാട്ടോ. അപ്പോൾ ഫോറിൻ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്കാണ് ഇങ്ങനെ നടന്ന് കയറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ ഒരുപാട് തുണിക്കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ഉടുപ്പൊക്കെ ഡിസ്പ്ലേക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഷൂ ഷോപ്പിൽ കയറി. അവിടെ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ. അമ്മയാണ് സെലക്ട് ചെയ്യാൻ നിൽക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഷൂ ഒക്കെ വാങ്ങി ഇറങ്ങിയപ്പോൾ ഇതാ കുറേ ബാഗുകൾ കിടക്കുന്നു. എല്ലാറ്റിനും 250 രൂപയുള്ളൂ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഞാൻ കുറച്ച് നേരം അതൊക്കെ ഇങ്ങനെ നോക്കി നിന്നു. പിന്നെ ഞാൻ ആമീനെ എടുത്തു. ആമി നന്നായിട്ട് ഉറങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആമീനെ എടുത്തിട്ട് ഞങ്ങൾ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് കുറേ ബേക്കറിയും ഡ്രസ്സിൻ്റെ ഷോപ്പുകളും ഫ്രൂട്ട് സ്റ്റാളും പിന്നെ നമ്മൾ ഷൂവിൻ്റെ ഷോപ്പിലൊക്കെ കയറില്ല, അങ്ങനത്തെ ഐറ്റംസൊക്കെ ആയിട്ടോ ഉള്ളത്. നമ്മളിപ്പോൾ പോകാൻ നിൽക്കുന്നത് വാച്ച്, ഫോൺ, ഇലക്ട്രോണിക് ഐറ്റംസൊക്കെ കിട്ടുന്ന സ്ഥലം. ഇലക്ട്രോണിക് ഐറ്റംസ് എന്ന് മാത്രമല്ല, ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ കിട്ടും. അപ്പോൾ ആദ്യം ഒരു വാച്ചിന് ബാറ്ററി ഇടാണ്ടായിരുന്നു. അപ്പം ഞാനും ആമിയും അമ്മയും കൂടി അവിടെ കയറി. അപ്പോൾ ആമി ഒരു കണ്ണടയൊക്കെ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നല്ല 2 കണ്ണട ആമിക്ക് വേണ്ടി വാങ്ങി. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ഉള്ളിലേക്ക് കയറിയിട്ട് സീസൺ എന്ന് പറയുന്ന ഒരു ഷോപ്പുണ്ട്. ഓൾ ഡെക്കറേറ്റീവ് ഐറ്റംസ് ആൻഡ് ടോയ്സ് ഒക്കെ അവിടെ കിട്ടും. അങ്ങോട്ടാണ് പോയോണ്ടിരിക്കുന്നത്. നിങ്ങളിവിടെ തന്നെ കാണുന്നില്ല സ്റ്റാർസൊക്കെ തൂങ്ങുന്നത്. അപ്പോൾ ക്രിസ്മസൊക്കെ ആയിട്ട് അവിടെ ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട്. അതും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനാട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്. കുറഞ്ഞ ചിലവിൽ ആമിക്കുട്ടിക്ക് ഒരു ക്രിസ്മസ് ഡെക്കോർ ആവാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ വന്ന് ഇങ്ങനെ കണ്ടപ്പോൾ തന്നെ ആമിക്ക് സന്തോഷമായിട്ട്. അവൾ ക്രിസ്മസ് അപ്പൂപ്പനെ തൊപ്പിയൊക്കെ നന്നായിട്ട് നോക്കുന്നുണ്ട്. അവൾക്ക് വേണം അത്. അവളിങ്ങനെ ഇപ്പോൾ വീഡിയോസൊക്കെ കാണുമ്പോൾ ഓരോരുത്തരിട്ട് കാണുമ്പോൾ അവൾക്ക് അറിയാം അത് ഇതാണെന്നുള്ളത്. അപ്പോൾ അത് ആദ്യം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു മേടിക്കുക എന്നുള്ളത്. അങ്ങനെ നമ്മൾ ആ കടയിൽ കയറിയിട്ട് ഒരു ക്രിസ്മസ് ട്രീ വാങ്ങിച്ചിട്ടുണ്ടായി. 2 ഫീറ്റിൻ്റെ ക്രിസ്മസ് ട്രീ ആണ് സ്റ്റാർട്ടിങ് വരുന്നത്. അതിന് 120 റുപ്പീസേ ഉള്ളൂ കേട്ടോ. സെയിം സാധനം ഞാൻ മീഷോയിൽ നോക്കിയപ്പോൾ 369 രൂപ വിത്ത് ഓർണമെൻറ്റ്സ് ആണ് കണ്ടത്. അപ്പോൾ ഞാനത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് ക്യാൻസലും ചെയ്തു. അങ്ങനെ ആമിക്കുട്ടിക്ക് ഒരു തൊപ്പി എടുത്തു ആദ്യം. പിന്നെ നമ്മൾ ട്രീ നോക്കുകയാണ്. അപ്പോൾ ഇതാട്ടോ 2 ഫീറ്റിൻ്റെ ട്രീ. ഇതിൻ്റെ ലീഫൊക്കെ താഴ്ത്തിയിട്ട് സെറ്റാക്കുക ചെയ്യുക. ഇതിപ്പോൾ അവരിങ്ങനെ കൂട്ടി വെച്ചതാണ്. അപ്പോൾ എനിക്കത് ഇഷ്ടമായി. ഞങ്ങളതെടുത്തു. പിന്നെ അതിലേക്കുള്ള ഓർണമെൻറ്റ്സ് എടുത്തു കേട്ടോ കുറച്ച്. അത് ആമിക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ്റെതായിരുന്നു. അപ്പോൾ ആ ഡെക്കറേറ്റ് അവിടെ ഉണ്ടോ നോക്കിയപ്പോൾ സാധനം ഉണ്ട്, ഓർണമെൻറ്റ്സിൽ അതുണ്ട്. അപ്പോൾ ഞങ്ങൾ അതെടുത്തു. പിന്നെ ബോൾസ്, അതുപോലെ ഗിഫ്റ്റ് പാക്കറ്റ്, പിന്നെ അതിലേക്ക് ക്രിസ്മസ് അപ്പൂപ്പൻ ഉള്ള ഒരു ഇതെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ബോക്സ് കാണുന്നില്ലേ, അതിന് വെറും 80 രൂപയാണ് വരുന്നത്. അതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും കൂടി ഉണ്ട്. ഒരു പൈനിൻ്റെ ഒക്കെ ഒരു ഇതുണ്ടല്ലോ, അതൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതൊരെണ്ണം എടുത്തു. പിന്നെ ആമിക്ക് ക്രിസ്മസ് അപ്പൂപ്പൻ വേണമെന്നുണ്ടായിരുന്നു, അതെടുത്തു. പിന്നെ എൻ്റെ കയ്യിൽ കാണുന്ന ഐറ്റംസ് ഉണ്ടല്ലോ, ഡ്രംസ്, അങ്ങനത്തതൊക്കെ എടുത്തു. അങ്ങനെ എല്ലാം കൂടി എനിക്ക് 590 രൂപ കേട്ടോ ആയത്. ഇതാണ് ഞാൻ പറഞ്ഞ ഐറ്റം. ഇതെനിക്ക് നല്ല ഇഷ്ടമായി. ഇതിനകത്ത് 6 പീസാണ് ഉള്ളത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 80 രൂപയാണ്. അപ്പോൾ 6 പീസിന് 80 രൂപ, ഓക്കെ അല്ലേ? എന്നിട്ട് ഞാനിതെല്ലാം കൂടി എടുത്തത് 590 രൂപയ്ക്കാണ്. എനിക്കൊരു തൊപ്പി ഉണ്ടായിരുന്നു കേട്ടോ.
മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഒരു സ്റ്റാറും ഉണ്ടായിരുന്നു, ഒരു വൈറ്റ് സ്റ്റാർ. ആ സ്റ്റാറിന് വെറും 40 രൂപയേ വരുന്നുള്ളൂ. അങ്ങനെ എല്ലാം എടുത്തു. ആമി കുറച്ച് നേരം അവിടെ ഒരു ടോയ് എടുത്ത് കളിക്കാനൊക്കെ നിൽക്കുന്നുണ്ട്. അവൾക്ക് ആ കാറ് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം. പക്ഷെ ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ. അവൾക്ക് ഓൾറെഡി നമ്മൾ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവൾ കുറച്ച് നേരം കളിച്ചോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ വാങ്ങി ആമീൻ്റെ സാധനമൊക്കെ ആയിട്ട് നടന്ന് തുടങ്ങുകയാണേ. ഇനി ഇവിടുന്ന് നമ്മൾ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് പോയിട്ട് ബസ് കയറി പോകാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആമിക്കുട്ടി മുന്നിൽ നടക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് കാണിച്ചു തരാം. മലപ്പുറം ജില്ലയിൽ തിരൂർ അറിയാത്ത ആരും ഉണ്ടാവില്ല. കാരണം ഓൾമോസ്റ്റ് ഐറ്റംസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. എല്ലാ ടൈപ്പ് സാധനങ്ങളും ഇവിടെ കിട്ടും. അങ്ങനെ ബസ്സിലൊക്കെ കയറി ഇരിക്കുകയാണ്. മറ്റാൾ നാരങ്ങ തിന്നാൻ തുടങ്ങി. നേരെ ഏകദേശം 1 മണിയൊക്കെയാണ്. അപ്പോൾ നാരങ്ങ കൊടുത്തു. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അവൾ അവിടെ ഡ്രൈവറിൻ്റെ അടുത്ത് തന്നെയുള്ള മറ്റേ ഗിയർ ബോക്സുമ്മയാണ് ഇരിക്കുന്നത്. അടുത്തേക്ക് വരാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ. കഴിച്ചുകൊണ്ടിരുന്ന നാരങ്ങ കഴിഞ്ഞ സങ്കടമാണ്. അങ്ങനെ വീട്ടിലെത്തി ഞാൻ ട്രീ ഒക്കെ സെറ്റ് ചെയ്യാണ് കേട്ടോ. ആമിക്കുട്ടി കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഞാൻ ഈ പറഞ്ഞ 590 രൂപയ്ക്ക് കിട്ടിയത്. അപ്പം എൻ്റെ കൊച്ച് കട്ടയ്ക്ക് കൂടെ നിന്നിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ വയ്ക്കുന്നതൊക്കെ അവളിങ്ങനെ ഇളക്കിയെടുക്കുന്നുണ്ട്. അതുപോലെ നമ്മളെ ഗിഫ്റ്റ് ബോക്സ് പോലത്തത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഒരു 15 നമ്പേഴ്സോളം ഉണ്ടായിരുന്നു. അതൊക്കെ അവൾ 3 പോലെ കേട് വരുത്തി കളഞ്ഞു. അങ്ങനെ ഞാനും അവളും കൂടി കാര്യമായിട്ട് പണിയെടുത്തിട്ട് ഡെക്കർ ചെയ്യുകയാണ്. പിന്നെ LED വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ. അപ്പോൾ ഞാൻ ഈ ടേബിളിൽ തന്നെ ഇത് സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ആമി തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ രാവിലെ എണീറ്റിട്ട് ചെയ്യുന്നത്. ഞാൻ ഇന്നലെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് രാവിലെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ആൾ നൈറ്റ് കിടന്ന പോലെ തന്നെയാണ് എണീറ്റ് വന്നിട്ട് ഇതൊക്കെ ചെയ്ത് തരുന്നത്. ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതിനേക്കാൾ ഇഷ്ടമാണ് ഇങ്ങനത്തെ ഒക്കെ കേട് വരുത്തുന്നതും ആൾക്ക്. എല്ലാം പെട്ടെന്ന് കേട് വരുത്തി കയ്യിൽ തരും. അങ്ങനെ ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചു. ഞാൻ അതിൻ്റെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തു. ഇതാ ഇങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ആമിക്കുട്ടി ഒരിക്കൽ കണ്ടതാട്ടോ. അതാണ് വലിയൊരു എക്സൈറ്റ്മെൻറ്റ് ഇല്ലാത്തത്. പക്ഷെ അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. കുറച്ച് നേരം ഇങ്ങനെ അതുമ്മ കളിച്ചു. പിന്നെ അതിൻ്റെ അടുത്ത് പോയി ചെരിച്ചിടാനൊക്കെ തുടങ്ങി. അപ്പോൾ അധികം വൈകാതെ തന്നെ നമ്മൾ അടുത്ത ഫോട്ടോഷൂട്ടിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ക്രിസ്മസിൻ്റെ ഫോട്ടോഷൂട്ടിൻ്റെ വീഡിയോ ഉണ്ട്. ആമിക്ക് വേണ്ടി ഞാൻ ഡ്രസ്സൊക്കെ ഓൾറെഡി പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ക്രിസ്മസിൻ്റെ ഒരു ഡെക്കോർ ചെയ്യാൻ എനിക്ക് ആകെ ചിലവായത് 590 രൂപയാണ്. അത് ഞാൻ പിന്നെ എടുത്ത് പറയുന്നത് ആർക്കെങ്കിലും വേണമെങ്കിൽ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ ഷോപ്പിൻ്റെ പേര് ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കട്ടയ്ക്ക് കൂടെ വന്നോളൂ കേട്ടോ. ബൈ.